ഗുഡ് ഈവനിംഗ്. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്നിതുവരെയുള്ള ഏറ്റവും സജീവമായ വാർത്തകൾ വിശദമായ വിശകലനം ചെയ്യുന്ന ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ധാരണയായി. പദവി ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി സന്നദ്ധത അറിയിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് 24നോട് പറഞ്ഞു. കോൺഗ്രസ് ഇന്നത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ള ഒരു പൊതുവികാരം ഉണ്ടായി. ആ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം മറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് വൈകുന്നേരം 5:30 കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് ജൽമോടി ചേരുകയാണ്. അതിൽ CPP ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുക. സോണിയാജിയെ വീണ്ടും CPP ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കും. ആ CPP ചെയർപേഴ്സണാണ് സ്പീക്കർക്ക് ലോക്സഭയിലെ നേതാവായി രാഹുൽ ഗാന്ധിയെ നോമിനേറ്റ് ചെയ്യുന്നതിനുള്ള കത്ത് കൊടുക്കേണ്ടത്. അത് സ്പീക്കർക്ക് കൊടുത്തതിന് ശേഷം സ്പീക്കറാണ് അത് സഭയിൽ അനൗൺസ് ചെയ്യേണ്ടത്. വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയും റായ്ബറേലി നിലനിർത്താനാണ് ധാരണ. അടുത്തയാഴ്ച രാഹുൽ വയനാട് സന്ദർശിച്ച ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അനുയോജ്യയായ സ്ഥാനാർത്ഥിയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് 24നോട് പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പകരം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പരിഗണിച്ചേക്കാം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, പലപ്പോഴും താൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന വയനാട് ഉപേക്ഷിക്കാനൊടുവിൽ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഇനി മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതൽ സാധ്യത പ്രിയങ്ക ഗാന്ധിക്കാണോ അതോ പ്രാദേശികമായ ഒരു നേതാവിന് അതിനുള്ള സ്ഥാനാർത്ഥിത്വത്തിനുള്ള അവസരം കൊടുക്കാനുള്ള സാധ്യതയാണോ? എന്താണ് ഏറ്റവും പുതിയ തീരുമാനം? ക്രിസ്റ്റീന, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ പരിഗണിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിത്വത്തിന് മുൻപും പിന്നീട് റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം വയനാടിനോട് തനിക്ക് എപ്പോഴും ഒരു ഹൃദയബന്ധമുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. 2019 രാഷ്ട്രീയ തിരിച്ചടിയേറ്റ സമയത്ത് വയനാടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് അഭയം നൽകിയതും. പിന്നീട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് MP ആയി. അതിനുശേഷം പിന്നീട് 2019 2024 വലിയ മുന്നേറ്റം കേരളത്തിലടക്കം ഉണ്ടാക്കാൻ സാധിച്ചു. സമാനമായ നിലയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഇക്കുറി റായ്ബറേലിലും രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി തന്നെ ഉണ്ടായത്. സോണിയാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധിയാണ് ആ മണ്ഡലം നിലനിർത്തിയത്. സ്വാഭാവികമായിട്ടും റായ്ബറേലിയുമായി രാഹുൽ ഗാന്ധിക്ക് വൈകാരികമായി മറ്റൊരു തരത്തിലുള്ള ബന്ധമുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടക്കം വികാരം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നിലനിർത്തണമെന്നാണ് ഇന്നത്തെ CWC യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യം ഉന്നയിച്ചു. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് ഘടകത്തിന്റെ വലിയ സമ്മർദ്ദം രാഹുൽ ഗാന്ധി റായ്ബറേലിൽ നിലനിർത്തണം എന്നൊരു ആവശ്യത്തിനുണ്ട്. കേരള ഘടകം വയനാട് നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും റായ്ബറേലിൽ ഇപ്പോൾ സീറ്റ് നിലനിർത്താനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ വൈകാതെ അതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഈ മാസം 17-നകം തന്നെ അതിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. ഏത് മണ്ഡലം നിലനിർത്തണമെന്നത് തീരുമാനിക്കുക രാഹുൽ ഗാന്ധിയാകും. പക്ഷേ നേതൃത്വത്തിൽ ഒരു വികാരം എന്ന നിലയിൽ തന്നെ റായ്ബറേലിൽ നിലനിർത്തണം എന്നൊരു ആവശ്യമാണ് ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, റായ്ബറേലിയും നിലനിർത്തുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലടക്കം ഹിന്ദി ഹൃദയഭൂമിയിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചൊരു പശ്ചാത്തലത്തിൽ റായ്ബറേലിൽ തന്നെ നിലനിർത്താൻ തന്നെയാണ് സാധ്യതയുള്ളത്. സഖ്യത്തിന്റെ അടക്കം വലിയ മുന്നേറ്റം ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ റായ്ബറേലിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ആലോചനയുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അടുത്തയാഴ്ച വയനാട്ടിലും അതോടൊപ്പം തന്നെ റായ്ബറേലിയിലും സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആ സന്ദർശിച്ചാൽ മാത്രമേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അതിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്ക് അന്തിമ തീരുമാനത്തിനായി വിട്ടു നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വൈകാതെ പ്രഖ്യാപനം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആര് മത്സരിക്കും എന്നൊരു ചർച്ച ഇതിനും തന്നെ ഉയർന്നിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഒരു ഭാഗം ഉയർത്തുന്നു. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി സീറ്റ് നിലനിർത്തിയില്ലെങ്കിൽ പ്രിയങ്കയിലൂടെ നിലനിർത്താൻ ആഗ്രഹം. നെഹ്റു കുടുംബത്തിന്റെ ഒരു പിന്തുടർച്ച നിലയിൽ തന്നെ മണ്ഡലം നിലനിർത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിൽ അഭയം നൽകിയ മണ്ഡലം നിലയിൽ വയനാട് നിലനിർത്തണമെന്നൊരു ആവശ്യം പ്രിയങ്കയിലൂടെ നിറവേറ്റാനാണ് ഇപ്പോൾ ഒരു വിഭാഗം ആലോചിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം ചർച്ചകൾ, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ കേരളത്തിലുള്ള നേതൃത്വത്തിലെ നേതാക്കളെ പരിഗണിക്കുന്ന കാര്യത്തിലും ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിൽ അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരം പ്രാഥമിക ചർച്ചകൾക്ക് മാത്രമേ ഇതുവരെ കടന്നിട്ടുള്ളൂ. പ്രിയങ്ക ഗാന്ധി അനുയോജ്യ സ്ഥാനാർത്ഥിയാണ് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ 24 വ്യക്തമാക്കിയത്. അങ്ങനെ സ്ഥാനാർത്ഥിത്വം ആരാകുമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് എന്തായാലും KPC അടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ കടക്കാൻ സാധ്യതയുണ്ട്. വൈകാതെ തന്നെ ഈ ഒരു തീരുമാനത്തിൽ രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു കാര്യം, 2019 തെരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി നിൽക്കുന്നു, പല പദവികളിൽ നിന്നും മാറി നിൽക്കുന്നു. ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷ നേതാവാകാൻ ഉള്ള ആ ഒരു ക്ഷണം അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യമായ സമ്മർദ്ദമൊന്നുമില്ലാതെ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകും. അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾക്കും അതിൽ യാതൊരു വിരോധവുമില്ലെന്നാണല്ലോ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാര്യത്തിൽ ഉറപ്പായില്ലേ?
ക്രിസ്ത്യന, രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഇനി ഒരു പ്രഖ്യാപനത്തിന്റെ കാലതാമസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകാനില്ല. അതേസമയം തന്നെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഒരു അന്തിമ തീരുമാനമായ ശേഷം പിന്നീട് സോണിയാഗാന്ധി അത് സ്പീക്കർക്ക് ആ ഒരു നിർദ്ദേശം, നോമിനേറ്റ് ചെയ്ത നിർദ്ദേശം നൽകുകയും ചെയ്യുക. അതിനുശേഷം മാത്രമേ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ CWC ഒരു പൊതുവികാരം വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നുള്ളതാണ്. 2014-ലും 19-ലും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ പദവി അവിടെ ഒഴിഞ്ഞുകിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും വലിയ മുന്നേറ്റം പാർട്ടിക്കുണ്ടായി. 52-ൽ നിന്ന് 99 എന്ന നിലയിലേക്ക് പാർട്ടി വളർന്നു. അതോടൊപ്പം തന്നെ ഭാരത് ജോഡോ യാത്രയിലടക്കം വലിയ സ്വീകാര്യത രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു വിജയത്തിന്റെ ഘടകമായി തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ശക്തമായ പ്രതിപക്ഷ നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിൽ ഉണ്ടാകണം എന്ന വികാരം തന്നെയാണ് കേരളത്തിലടക്കമുള്ള നേതാക്കൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം നേതാക്കളും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ഈ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല മറ്റ് എതിർ വികാരങ്ങളോ അല്ലെങ്കിൽ എതിർ അഭിപ്രായങ്ങളോ രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചിട്ടില്ല. എന്തായാലും ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാകും ഇതിൽ കൂടുതൽ ചർച്ചകൾ വരിക. അതിനുശേഷം മാത്രമേ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയുള്ളൂ. നിലവിൽ ഇതുവരെ രാഹുൽ ഗാന്ധി മറ്റൊരു സന്നദ്ധത അറിയിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൊടുക്കുന്ന സുരേഷും ഇപ്പോൾ 24 ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ആവണം എന്നാവശ്യപ്പെട്ട് ഒരു പ്രമേയം ഇന്നത്തെ CWC പാസ്സാക്കിയിട്ടുണ്ട്. നിതിൻ, മറ്റൊരു കാര്യം, ഈ വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ തന്നെ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ വയനാടിനെ ഉപേക്ഷിച്ചു പോകും. ഇനിയും പ്രിയങ്ക ഗാന്ധി എന്നൊരു പരീക്ഷണം അവിടെ നടത്തുമ്പോൾ ഇതേ വാദം തന്നെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതുവരെ പ്രിയങ്ക തന്റെ താല്പര്യങ്ങൾ അറിയിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ആരാകും സ്ഥാനാർത്ഥി, 2 വയനാട് വിടുന്നു എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം രാഹുൽ നടത്തുന്നത്, ഇതൊക്കെ കോൺഗ്രസിന്റെ മുന്നിൽ ഇനിയും പരിഹരിക്കപ്പെടാനുള്ള പ്രശ്നങ്ങളായി അവശേഷിക്കും. തീർച്ചയായും. കാരണം ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞു എന്നാണ്, 2019-ലെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞു എന്നാണ് പൊതുവെയുണ്ടായ വിലയിരുത്തൽ. കാരണം കേരളത്തിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. സമാനമായ നിലയിൽ തന്നെ ഇക്കുറിയും അത് തുടരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും റായ്ബറേലി എന്ന പരമ്പരാഗതമായി കോൺഗ്രസിന്റെ മണ്ഡലം, സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച മണ്ഡലം, അതിനുശേഷം രാഹുൽ ഗാന്ധിയിലൂടെ ആ മണ്ഡലം നിലനിർത്തുന്നു. ഇതടക്കമുള്ള കാര്യം നോക്കുമ്പോൾ ഏറ്റവും വൈകാരികമായ ഒരു തലമുള്ളത് അത് റായ്ബറേലിയുമായിട്ടാണ്. പക്ഷേ അഭയം നൽകിയ മണ്ഡലം എന്ന നിലയിൽ വയനാട്ടിനെ ഏത് നിലയിൽ നിലനിർത്തും എന്നതും ഒരു ചോദ്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഉയർന്നു വന്നത്. ഇതിലൊരു അന്തിമ ചർച്ചകളിലേക്കൊന്നും അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്കൊന്നും കോൺഗ്രസ് കടന്നിട്ടില്ല. ഒരു പ്രാഥമിക ചർച്ച എന്ന നിലയിൽ മാത്രമേ ഇപ്പോൾ ഈ പേരുകൾ ഉയർന്നു വന്നിട്ടുള്ളൂ. ഒരു പക്ഷേ കേരളത്തിലെ നേതാക്കളെ തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം ഉടൻ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ ഒരു പ്രഖ്യാപനത്തിൽ കടക്കുകയുള്ളൂ. ഈ മാസം 17. ശരി നിതിൻ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് തീരുമാനിക്കുന്നത്. അതിനിപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇങ്ങനെ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ള വിവരം 2 മണ്ഡലം, അത് മറ്റത് പിന്നീടാണ് വന്നത്. പക്ഷേ ഈ മണ്ഡലത്തിൽ ജനങ്ങളോട് നേരത്തെ പറയണമായിരുന്നു. അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും ഒക്കെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടിങ്ങിന് ശേഷം അത്തരം ഒരു തീരുമാനം എടുത്തത് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്ത ഒരു അനീതി തന്നെയാണ്. അത് മാത്രമേ എനിക്ക് ആവർത്തിക്കാനുള്ളൂ. അല്ല, ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമോ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതൊക്കെ എൻ്റെ പാർട്ടി CPIയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതല്ലാതെ ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ അത് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട്, വോട്ടർമാരോട് ചെയ്യുന്ന ഒരു അനീതി എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. നീതിയല്ല അത്. അല്ല, വന്നാലെന്നോ പോയാലെന്നൊക്കെ എന്തിനാ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്തിട്ട് പറയണ്ട? അല്ല, അത് കോൺഗ്രസ് പറയുന്നതല്ല, അത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അങ്ങനെ നമ്മൾ ഒരു അസ്യൂം ചെയ്തുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു മറുപടി പറയാനും അതിൽ പ്രതികരിക്കാനും ഞാൻ ആളല്ല. അല്ല, ഇന്ന് നിലവിലുള്ള പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് 1-ലധികം സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അത് നീതിയാണ്. വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി വിടും എന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജ. ഇത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല എന്നാണ് ആനി രാജ പറഞ്ഞത്.
രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയും, അതേപോലെ തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാനുള്ള സന്നദ്ധത അറിയിച്ചു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് 24-നോട് പറഞ്ഞു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത് നിതിൻ അംബുജനാണ്. നിതിൻ, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ആനി രാജയുടെ വാർത്താ സമ്മേളനം വന്നത്. പറയുന്നതനുസരിച്ച് ഇത് രാഷ്ട്രീയ ധാർമ്മികതയല്ല, വയനാട്ടിലെ ജനങ്ങളോട്, വോട്ടർമാരോട് ചെയ്ത ചതിയാണ് എന്നാണ് ആനി രാജ പറഞ്ഞു വെക്കുന്നത്. സമാനമായ വിമർശനം എല്ലാ കോണുകളിൽ നിന്നും വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും പറയുന്നത് ഏത് മണ്ഡലം ഉപേക്ഷിക്കണം, ഏത് തള്ളണം, ഏത് കൊള്ളണമെന്ന രീതിയിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണല്ലോ. ക്രിസ്ത്യന, അങ്ങനെ തന്നെയാണ്. ഒരു അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുക. എന്തായാലും നമ്മൾ കേരളത്തിലെ നേതാക്കളടക്കം ഇപ്പോൾ കണക്കാക്കുന്നത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരുമെന്നാണ്. കാരണം റായ്ബറേലിൽ നിലനിർത്താതെ വയനാട് നിലനിർത്തിയാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ തിരിച്ചടി ഒരുപക്ഷെ കോൺഗ്രസിനുണ്ടാകും. കാരണം സോണിയാഗാന്ധിയേക്കാൾ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിൽ വിജയിക്കാൻ സാധിച്ചു. ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ മുന്നേറ്റം, പ്രത്യേകിച്ചും കോൺഗ്രസ് അടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ റായ്ബറേലി ഉപേക്ഷിച്ച് തിരിച്ച് വയനാട് നിലനിർത്താനാണ് തീരുമാനമെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഉത്തർപ്രദേശ് PCC ഘടകമെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉത്തർപ്രദേശ് PCC ഘടകത്തിന്റെ വലിയ സമ്മർദ്ദം രാഹുലിന് മേലുണ്ട്. അതോടൊപ്പം 42 സീറ്റ് എന്ന ഒരു ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ സീറ്റ്, ഇതെല്ലാം തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഒരു പ്രധാനപ്പെട്ട ഘടകമായി. അങ്ങനെ സഖ്യത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ തുടരണമെന്നാണ് PCC ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സമ്മർദ്ദത്തിന് വഴങ്ങാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഒരു അന്തിമ തീരുമാനം ഇതുവരെ സ്വീകരിച്ചില്ല എന്ന് തന്നെയാണ് ഔദ്യോഗികമായി തന്നെ KPC നേതാക്കൾ അറിയിക്കുന്നത്. കാരണം 17-ന് ഒരുപക്ഷെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ 17 വരെ സമയമുണ്ട് രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തും അല്ലെങ്കിൽ ഏത് മണ്ഡലം ഉപേക്ഷിക്കും എന്ന് പറയാൻ. അതിൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധി സ്വീകരിക്കും. ഇന്നത്തെ CWC അടക്കം ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടത് ഉത്തരേന്ത്യയിലടക്കം പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലേക്ക് നിലനിർത്തിയാൽ മാത്രമേ വലിയ മുന്നേറ്റം ഹിന്ദി ഹൃദയഭൂമിയിലടക്കം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വികാരം അറിയിച്ചിരിക്കുന്നത്. അത് അനുസരിക്കാൻ തന്നെയാണ് ഒരുപക്ഷെ സാധ്യതയുള്ളത്. ഏതായാലും വയനാട് ഒരു സുരക്ഷിത മണ്ഡലമായി തന്നെയാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ആര് മത്സരിച്ചാലും ഒരു വിജയം ഉറപ്പ് എന്ന് തന്നെയാണ് കോൺഗ്രസ് അടക്കം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ആര് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലടക്കം പിന്നീട് മാത്രമേ ചർച്ചകൾ ഉണ്ടാകൂ. ഒരുപക്ഷെ പ്രിയങ്കയിലൂടെ മണ്ഡലം നിലനിർത്താനുള്ള ചർച്ചകളും ഇപ്പോൾ അണിയറയിൽ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും വയനാട് മണ്ഡലമാണോ റായ്ബറേലിയാണോ രാഹുൽ സ്വീകരിക്കുന്നത്, ഏത് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ്. JDU നേതാവ് നിതീഷ് കുമാറിന് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തെന്ന് വെളിപ്പെടുത്തൽ. വാഗ്ദാനം നിതീഷ് കുമാർ നിരസിച്ചെന്നും JDU വക്താവ് KC ത്യാഗി പറഞ്ഞു. ലൈവ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്.